ഞാനൊന്നൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട പാസ്വേഡ് 123456. ഇപ്പോഴും പലർക്കും ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡ് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റ് അറിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തോന്നിയ പോലെ ഒരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹാക്കർമാർക്ക് വളരെ ഈസി ആയിട്ട് പാസ്വേഡ് എടുക്കാൻ പറ്റും. സോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഒരു പാസ്വേഡിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഈവൻ നിങ്ങൾക്ക് അത് നെറ്റ് ബാങ്കിങ്ങിന് ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യാം. സോ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡിൻ്റെ ലെങ്ത് ആണ്. മിനിമം ഒരു 12 മുതൽ 16 ക്യാരക്ടേഴ്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക. പിന്നെ അതിനകത്ത് അപ്പർ കേസ് ഉണ്ടായിരിക്കണം, അതേപോലെ ലോവർ കേസ് ഉണ്ടായിരിക്കണം, പിന്നെ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. 0 to 9 ഇടയിലുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതേപോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ അഡ്മിൻ, യൂസർ, കോണ്ടാക്ട്സ് എന്നൊക്കെ പറയുന്ന കുറേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകളുണ്ട്. ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഞാനൊരു പാസ്വേഡിൻ്റെ സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ നിങ്ങളൊരു പാസ്വേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പവർഫുൾ പാസ്വേഡ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഈ കാണിച്ചു തന്നിട്ടുള്ള പാസ്വേഡിൻ്റെ ഈ ഒരു ഫോർമാറ്റ് പ്രകാരം ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ ഏത് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും അത് മോർ പവർഫുൾ സെക്യൂർഡ് ആയിരിക്കും.